ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 7-ലെ ഗ്രൂപ്പ് വൈയിലെ ജനറൽ അവയർനെസ്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണ് ജനറൽ അവയർനെസ്സിലെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് സാംഖ്യ സ്കൂൾ ഓഫ് ഫിലോസഫി? ഇപ്പം ഇന്ത്യൻ ഡിഫൻസ് എക്സാമുകളിൽ കുറേ പ്രാവശ്യമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ആരാണ് സാംഖ്യ സ്കൂൾ ഓഫ് ഫിലോസഫിയുടെ ഫൗണ്ടർ? അപ്പോൾ സാംഖ്യ സ്കൂൾ ഓഫ് ഫിലോസഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫിലോസഫി ഓഫ് ഹിന്ദുയിസം ആണ്. ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ട് ഫിലോസഫി പഠിക്കുന്ന ഒരു സ്കൂളാണ്. സോ ഈ ഒരു സാംഖ്യ സ്കൂൾ ഓഫ് ഫിലോസഫിയുടെ ഫൗണ്ടർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 കപില, ഓപ്ഷൻ 2 ഗൗതമ, ഓപ്ഷൻ 3 ജൈമിനി, ഓപ്ഷൻ 4 പതഞ്ജലി. അപ്പം ഈ ഒരു സാംഖ്യ സ്കൂൾ ഓഫ് ഫിലോസഫിയുടെ ഫൗണ്ടർ സേജ് കപിലയാണ്. ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം. ഫൗണ്ടർ ഓഫ് ന്യായ ഫിലോസഫിയാണ് ഗൗതമ മുനി. ബുക്ക് ഓഫ് മീമാംസ സൂത്രയുടെ എഴുത്തുകാരനാണ് ജൈമിനി. പിന്നെ ദ ഫാദർ ഓഫ് യോഗയാണ് പതഞ്ജലി. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദ റിവോൾവർ വാസ് ഇൻവെൻറ്റഡ് ബൈ? ഓപ്ഷൻ 1 ജോൺ ബ്രൗണിങ്, ഓപ്ഷൻ 2 ഹെൻറി ഡെറിഗ്നർ, ഓപ്ഷൻ 3 തിയോഡർ ബെർഗ്മാൻ, ഓപ്ഷൻ 4 സാമുവൽ കോൾട്ട്. അപ്പം റിവോൾവർ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് സാമുവൽ കോൾട്ടാണ്. ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് കൺട്രി ഈസ് ഓൾസോ നോൺ ആസ് ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഡിഫൻസ് എക്സാമുകളിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 1 ഗ്രീൻലാൻഡ്, ഓപ്ഷൻ 2 ഐസ്ലാൻഡ്, ഓപ്ഷൻ 3 അയർലൻഡ്, ഓപ്ഷൻ 4 നോർവേ. അപ്പം ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ എന്ന് പറയുന്ന രാജ്യം നോർവേ ആണ്. ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ എൻഷൻഡ്? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻ 1 പാർട്ട് 5, ഓപ്ഷൻ 2 പാർട്ട് 2, ഓപ്ഷൻ 3 പാർട്ട് 4A, ഓപ്ഷൻ 4 പാർട്ട് 6. അപ്പം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പ്രതിപാദിച്ചിരിക്കുന്നത് പാർട്ട് 4A-യിലാണ്. ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. പാർട്ട് 5 പറയുന്നത് പ്രൊവിഷൻ ഫോർ ദ ഫങ്ഷനിങ് ഓഫ് യൂണിയൻ ഗവൺമെൻറ് ആണ്. പാർട്ട് 2 പറയുന്നത് സിറ്റിസൺഷിപ്പാണ്. പാർട്ട് 6 പറയുന്നത് പ്രൊവിഷൻ ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അടുത്ത ചോദ്യം, കരോലിന ബെയ്ലാവ്സ്ക ബിലോങ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കരോലിന ബെയ്ലാവ്സ്ക ഏത് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കരോലിന ബെയ്ലാവ്സ്ക എന്ന് പറയുന്നത് 2021 മിസ് വേൾഡ് ആണ്. അപ്പം അവർ ഏത് രാജ്യക്കാരിയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ജർമ്മനി, ഓപ്ഷൻ 2 സ്പെയിൻ, ഓപ്ഷൻ 3 ഫ്രാൻസ്, ഓപ്ഷൻ 4 പോളണ്ട്. അപ്പോൾ അവർ പോളണ്ട് എന്ന രാജ്യത്തുള്ളതാണ്. സോ ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഹൂ ഹാസ് ബിക്കേം ദ ഫസ്റ്റ് എവർ ഫീമെയിൽ പ്രസിഡൻറ്റ് ഓഫ് ഹംഗറി? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ആരാണ് ഹംഗറിയിലെ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡൻ്റ് ആവാൻ പോകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓപ്ഷൻ 1 കാജ കല്ലാസ്, ഓപ്ഷൻ 2 മിയായ സന്തു, ഓപ്ഷൻ 3 കാതലിൻ നൊവാക്ക്, ഓപ്ഷൻ 4 സന്ന മറിൻ. അപ്പം കാതലിൻ നൊവാക്കാണ് ഹംഗറിയിലെ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡൻറ്റ്. ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇൻ MICR I സ്റ്റാൻഡ്സ് ഫോർ? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് MICRൽ I എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ഇങ്ക്, ഓപ്ഷൻ 2 അയൺ, ഓപ്ഷൻ 3 ഇറ്റാലിക്, ഓപ്ഷൻ 4 നൺ ഓഫ് ദ എബോ. അപ്പോൾ MICR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്. അതിൽ I എന്ന് പറഞ്ഞാൽ ഇങ്കാണ്. ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഇതിലെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.